ആരെന്ത് ചോദിച്ചാലും അതിന് എതിരാളികളുടെ ഒടിക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കഴിവ് അപാരം തന്നെയാണ്. എന്നാൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം അങ്ങ് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്തെന്ന് ആർക്കും അറിയില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് പോലും കൺഫ്യൂഷനായിരിക്കുന്നു. പക്ഷെ വെള്ളാപ്പള്ളിയുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് എൻ്റെ നിലപാട് ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളുടെ ഇന്നത്തെ നിലപാട് ഈ മുന്നണി UDF മുന്നണി അതിനെ ശക്തീകരിക്കുക, അതിനെ ബലപ്പെടുത്തുക, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ആവശ്യം. ശ്രീ വെള്ളാപ്പള്ളിക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. തൃപ്തികരമായിരിക്കാം ഈ മറുപടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തൃപ്തിയില്ലാത്ത ആൾക്കാരും ഉണ്ടാകാൻ വേണമെങ്കിൽ. വെള്ളാപ്പള്ളി വളരെ ബുദ്ധിമാനായ ആളാണ്, എൻ്റെ ഗുണകാംക്ഷയാണ്. പക്ഷെ കുഴപ്പത്തിൽ ചാടിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളി അങ്ങനെയൊന്നും ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. പക്ഷെ ഞാൻ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ളൊരു താല്പര്യം കൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത്ര സതുദ്ദേശപരമായൊരു ചോദ്യം ആയിരുന്നില്ല. കുഴപ്പമില്ല. അതായത് ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ അത് നേരത്തെ വ്യക്തമാക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, മാണി സാർ നയം വ്യക്തമാക്കിയിരിക്കുന്നു. മാണി സാറിനോടുള്ള നയവും കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി മാണി സാർ തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷയിൽ അറിയും. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുമെന്നും മാണി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതം സമ്പൂർണ്ണമാകണമെന്നുള്ള മാണി സാറിൻ്റെ അനുയായികളുടെ ആഗ്രഹം ഫലവത്താകുമെന്നുമുള്ള ഒരു പ്രതീക്ഷയിൽ, അതിനുവേണ്ടി ആശംസകൾ പറഞ്ഞുകൊണ്ട് അഭിനന്ദനത്തിന് വേണ്ടി ഒരു അവസരം എനിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ഞാനിപ്പോൾ ഈ പോകുന്ന പോലെയൊക്കെ പോയാൽ മതി, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കോളൂ. അതെ, കറക്റ്റ്. ഇതൊരു പ്രവാഹമായിട്ട് മുമ്പോട്ട് പോകട്ടെ, ഉയരത്തിൽ വിട്ടുപോകട്ടെ. ഇത്രയും നേരം മാണി സാറെ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെ നന്ദി, നമസ്കാരം.